ഹലോ എവരി വൺ. നമ്മുടെ +2 എക്സാമിനേഷൻ ഇങ്ങനെ പട്ടിവാതിൽ വന്ന് നിൽക്കുകയാണ് അല്ലേ. സോ ഇനി നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് മാർക്ക് വാങ്ങിക്കാം എന്നുള്ളതായിരിക്കും. കാരണം എക്സാമിനേഷൻ്റെ ടൈം ഓൾമോസ്റ്റ് ആയി കഴിഞ്ഞല്ലോ. അപ്പോൾ ഇനി നമുക്ക് എക്സാമിനേഷന് മാർക്ക് സ്കോർ ചെയ്യാനുള്ള വഴികളാണ് നമ്മൾ നോക്കുന്നത്. നല്ല കുടുക്ക് വഴി ഉണ്ടെങ്കിൽ നല്ല എളുപ്പ വഴി ഉണ്ടെങ്കിൽ അതിങ്ങ് പറഞ്ഞതാ സാറേ എന്ന് പറഞ്ഞായിരിക്കും നിങ്ങളിപ്പോൾ ഇരിപ്പുണ്ടാവുക. കുറച്ച് പൊടിക്കൈകളുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആൻസർ പ്രസൻറ്റ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻസർ അറിയാമെന്ന് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, ആൻസർ എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യുന്നത് എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്. സോ ഇതിൻ്റെ പ്രസൻറ്റേഷൻ സ്കിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിപ്പോൾ അറിയാവുന്ന കാര്യം തന്നെയായിരിക്കും, പക്ഷേ നമ്മളത് എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, നല്ലൊരു മാർജിൻ ആദ്യം അവിടെ കൊടുത്തേക്കണം കേട്ടോ. അപ്പോൾ ഒരു 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 സ്കെയിൽ എന്നൊക്കെ നമ്മൾ പറയും, 1.5 സ്കെയിലിൻ്റെ ഒരു വിട്ട് നിങ്ങൾ മാർജിൻ എപ്പോഴും കൊടുത്തേക്കുക. അതൊരു പേപ്പറിൻ്റെ ലുക്കാണ്. ഓക്കെ, ലുക്കിലൊക്കെ കാര്യമുണ്ട്, ഇത് അറിഞ്ഞൂടാത്ത കാര്യമില്ലല്ലോ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് വെളിയിറങ്ങുന്നതിനാൽ ലുക്സ് മാറ്റേഴ്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രസൻറ്റ് ചെയ്യുന്നതിൽ ആ ഒരു മാർജിൻ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ആൻസർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ നമ്പർ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓഫ് കോഴ്സ് നിങ്ങൾക്ക് അറിഞ്ഞൂടാത്ത ക്വസ്റ്റ്യൻസ് അതിനകത്ത് വരാം. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ അതിന് സ്പേസ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് അത് ലീവ് ചെയ്ത് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുക. അങ്ങനെ നിങ്ങൾ പോയി കഴിയുമ്പോൾ ചിലപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 5-6 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ലീവ് ചെയ്തിട്ടുണ്ടാകും എഴുതാതെ. അത് നിങ്ങൾ അവസാനം എഴുതിയാൽ മതിയാകും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ എപ്പോഴും ശ്രമിക്കേണ്ടത് ക്വസ്റ്റ്യൻ നമ്പർ അതുപോലെ ഫോളോ ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കുക. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് ചിലപ്പോൾ ഡിഫറൻസ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ഇപ്പോൾ ഏതെങ്കിലുമൊക്കെ ടൈപ്പ് ബയോളജിയിലായാലും കെമിസ്ട്രിയിലായാലും ഒക്കെ അല്ലെങ്കിൽ ഫിസിക്സിലായാലും ഒക്കെ വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ എന്ന് ചോദിക്കുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അല്ലേ. സോ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എപ്പോഴും ഒരു ടേബിളിൽ തന്നെ ആ ഡിഫറൻസ് പോയിന്റ് ഔട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിഫറൻസ് എപ്പോഴും പ്രസൻറ്റ് ചെയ്യുന്നത് ടേബിളിലാണെങ്കിൽ മാർക്ക് എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, സോ അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഡിഫറൻസസ് എങ്ങനെ തന്നെ എഴുതുക, ടേബിളിലാക്കി തന്നെ എഴുതുക. അടുത്തൊരു പ്രധാനപ്പെട്ട ഈസി സ്കോറിംഗ് അല്ലെങ്കിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയൊരു മെത്തേഡ്, പ്രത്യേകിച്ചും നമ്മൾ കെമിസ്ട്രിയിലായാലും അല്ലെങ്കിൽ ബയോളജിയിലായാലും ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് ആ ക്വസ്റ്റ്യൻസ് ഫ്ലോ ചാർട്ടാക്കി എഴുതാൻ പറ്റുമെങ്കിൽ, അതായത് ആ പ്രോസസ്സ് കഴിഞ്ഞിട്ട് ഇത്, അത് കഴിഞ്ഞിട്ട് ഇത്, അങ്ങനെ. അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എപ്പോഴും കാണിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഫ്ലോ ചാർട്ടിൽ തന്നെ പ്രസൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പോൾ മാത്തമാറ്റിക്സിനകത്താണെങ്കിൽ നമ്മൾ ആൻസേഴ്സ് ചെയ്യുന്ന സമയത്ത് അതിൽ ഈക്വൽ സൈൻ ഇടുന്നില്ലേ. നമ്മളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഒരു ആൻസർ ഒരു പ്രോബ്ലം സോൾവ് ചെയ്ത് തുടങ്ങി, അപ്പോൾ ഒരു LHS RHS കാണുമല്ലോ. അപ്പോൾ നമ്മൾ സോൾവ് ചെയ്ത് താഴേക്ക് വരുമ്പോൾ ആ ഈക്വൽ സൈൻ എല്ലാം ഒരു ലൈനിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ കാണാൻ എന്താ ഭംഗിയായിരിക്കും അല്ലേ. സോ നമുക്ക് തന്നെ അറിയാതെ മാർക്ക് ഇടാനായിട്ട് തോന്നും. സോ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പാറ്റേൺ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ഒപ്പം ഇതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ്. അതിനിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല സാറേ എന്നായിരിക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. എന്നാലും എക്സാം അല്ലേ, ഇത് നിങ്ങളുടെ 12th എന്നൊക്കെ പറയുന്നത് വളരെ മികച്ച അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാം അല്ലേ. സോ അവിടെ നിങ്ങളുടെ ഏറ്റവും നല്ല കൈയക്ഷരം തന്നെ പുറത്തെടുക്കുക. അവിടെ ഉഴപ്പരുത്, നിങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ മാക്സിമം നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യുക. ഇനി ലാംഗ്വേജ് പോലുള്ള എക്സാമിനേഷൻസ് ആണെങ്കിൽ ഓഫ് കോഴ്സ് അവിടെ ഒരുപാട് പാരഗ്രാഫ്സ് തകർത്ത് എഴുതാൻ കാണും അല്ലേ. യെസ്, പുകയടിക്കുന്നതാണെങ്കിലും കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് അതിനകത്ത് ഉണ്ടാവില്ലേ. അപ്പോൾ ആ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നിങ്ങൾക്ക് അറിയാവുന്ന ഓഥറിൻ്റെ പേര്, അതുപോലെ ഇയേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ഇതൊക്കെ നമ്മുടെ ഫസ്റ്റ് 2 പാരഗ്രാഫ്സിനകത്ത് തന്നെ ഉൾപ്പെടുത്തണം. കാരണം ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ ആണെന്നല്ലേ. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഫസ്റ്റ് ആയിട്ടുള്ള ആ ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്ത ഫസ്റ്റ് 2 പാരഗ്രാഫ്സ് ആണ്. സോ ആ പാരഗ്രാഫുകളിൽ തന്നെ മാക്സിമം പോയിന്റ്സ് നിങ്ങൾ ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ ലാസ്റ്റ് പാരഗ്രാഫ് എപ്പോഴും ഒരു സമ്മറൈസ് ആയിരിക്കണം. അതായത് നമ്മൾ ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടി നമ്മൾ സമ്മറൈസ് ചെയ്തിട്ടായിരിക്കും ലാസ്റ്റ് പാരഗ്രാഫ് എഴുതേണ്ടത്. സോ ഇങ്ങനെയുള്ള കുറേ പൊടിക്കൈകളുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ആൻസർ പ്രസൻറ്റേഷൻ അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട്. ഈവൻ നമ്മൾ ഡയഗ്രാംസ് ഒക്കെ വരച്ചിട്ട് നമ്മൾ ചില കാര്യങ്ങൾ എഴുതുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് ബാക്കി പാരഗ്രാഫ്സ് നിങ്ങൾ എന്ത് എഴുതിയിട്ടുണ്ടെങ്കിലും ആ ഡയഗ്രാം പക്ക ക്ലിയർ ആണെങ്കിൽ താഴോട്ട് ആരും വായിച്ചു പോലും നോക്കില്ല. കാരണം മാർക്ക് അറിയാതെ അവിടെ നമ്മൾ ഇട്ടുപോകും. ഈവൻ ഐ എം ഓൾസോ ടീച്ചർ, നമ്മളും പേപ്പേഴ്സ് വാല്യൂ ചെയ്യുന്ന സമയത്ത് ഈ ആൻസർ പ്രസൻറ്റേഷൻ കണ്ടുമ്പോൾ നമുക്ക് തന്നെ തോന്നും, കുട്ടി ഇത്രയൊക്കെ എഴുതിയതല്ലേ, മാർക്ക് എന്തായാലും കൊടുത്തേക്കാമെന്ന്. അങ്ങനെ നമ്മൾ തോന്നിക്കുന്ന രീതിയിലുള്ള പേപ്പർ പ്രസൻറ്റേഷനാണ് പലപ്പോഴും നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ടുള്ള എളുപ്പ വഴി എന്ന് പറയുന്നത്. ചെറിയ മിസ്റ്റേക്സ് അതിനിടയിൽ സംഭവിച്ചാൽ പോലും നമുക്ക് ടീച്ചേഴ്സ് വാല്യൂ ചെയ്യുന്നവർക്ക് ഒന്ന് കണ്ണടയ്ക്കാനായിട്ട് തോന്നിക്കുന്നത് ആ പേപ്പറിൻ്റെ പ്രസൻറ്റേഷൻ സ്കില്ലാണ്. അപ്പോൾ അത്തരത്തിൽ നല്ലൊരു പേപ്പറായിട്ട് തന്നെ നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കട്ടെ. ഇനി മെമ്മറൈസ് ചെയ്യുന്നതിനുള്ള സ്കിൽസും കാര്യങ്ങളും ഉണ്ട്, ചില പൊടിക്കൈകളും ഉണ്ട്. അതിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. സോ ടിൽ ദെൻ ബൈ.